الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചകളിലൂടെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശങ്ങളുമാണ് നമ്മൾ ഖുതുബയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഖുതുബയിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകളെക്കുറിച്ച്, ഈ ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞ സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ലോകത്തിന് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്. പ്രവാചക തിരുമേനി മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ സ്വഹാബികൾക്ക് നൽകിക്കൊണ്ടിരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് വന്നത്, ആ ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ചു. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക, പരിശുദ്ധമായ ഇസ്ലാം പൂർത്തിയാക്കുക, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമെന്ന് പറയുന്നത്. ആ ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തിയാക്കിയതിൻ്റെ അടയാളമായിരുന്നു
പ്രവാചക തിരുമേനിയുടെ അവസാന കാലഘട്ടം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ദൗത്യ സംഘങ്ങൾ മക്കയിലേക്ക് വന്നു, മദീനയിലേക്ക് വന്നു. അവർ മദീനയിലേക്ക് വന്നത് പരിശുദ്ധ ദീൻ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ആളുകൾ കൂട്ടത്തോടെ കടന്നു വന്ന് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച കാലഘട്ടം നമുക്കറിയാം. പരിശുദ്ധമായ മക്കയിൽ വിഗ്രഹാരാധന വ്യാപകമായിരുന്നു. എല്ലാ വീടുകളിലും വിഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സമയത്ത് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവൻ ഇസ്ലാമിന് കീഴൊതുങ്ങിയ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊണ്ട് സമ്പന്നമായ ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളത് ചരിത്രമാണ്. ഇസ്ലാമിനെ സ്വീകരിക്കാൻ വേണ്ടി നാനാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടുകൂടെ പരിശുദ്ധമായ മദീനയിലേക്ക് ഒഴുകിയെത്തുന്ന സന്തോഷകരമായ കാഴ്ചകൾ സ്വഹാബികൾക്ക് കാണാൻ അവസരമുണ്ടായി. ഞാൻ ഓതി വച്ച അധ്യായം അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിൻ്റെ വിജയവും സഹായവും വന്നാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, വറഅയ്ത അന്നാസ, ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ, എപ്രകാരം? യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നവരായിട്ട്, ഫീ ദീനില്ല, അല്ലാഹുവിൻ്റെ ദീനിലേക്ക്, അഫ്വാജ, കൂട്ടം കൂട്ടമായി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ പറഞ്ഞു, വറഅയ്ത അന്നാസ ഐ അൽ അറബ് വഗൈറഹും യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഐ ജമാഅത്തിൻ, അഥവാ ആളുകൾ കൂട്ടം കൂട്ടമായി, സംഘം സംഘമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വരികയും അവർ പരിശുദ്ധ ദീൻ സ്വീകരിക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടായി എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ദൗത്യം പൂർത്തീകരിക്കുകയാണ്. ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലായി. അവർ ഇസ്ലാം സ്വീകരിക്കുന്ന, കൂട്ടത്തോടുകൂടെ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥ സംജാതമായി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ യഥാർത്ഥത്തിലൊരു സന്തോഷ വാർത്തയാണ് അല്ലേ? നമ്മളതിൻ്റെ ആയത്തിനെ, അതിൻ്റെ ബാഹ്യമായ അർത്ഥമെടുത്തു നോക്കുമ്പോൾ എന്താണ് ആയത്തിൽ പറയുന്നത്, സൂറത്തിൽ പറയുന്നത്? നബിയെ, കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടാൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിജയവും സഹായവും ഒക്കെ ഉണ്ടായാൽ, നീ നിൻ്റെ റബ്ബിനെ സ്തുതിക്കുകയും അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തി പാപമോചനം നടത്തുകയും ചെയ്യണമെന്ന കൽപ്പനയാണ്. എന്നാൽ ഈ ആയത്തിൻ്റെ, ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവൃത്താന്തമാണ് ഈ അധ്യായമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ പോവുകയാണ് എന്ന അറിയിപ്പാണ് ഈ അധ്യായത്തിലൂടെ സ്വഹാബികൾ മനസ്സിലാക്കിയത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മരണത്തെക്കുറിച്ച് സ്വഹാബികളെ അറിയിക്കുന്ന അധ്യായമാണ് സൂറത്തുൻ നസ്ർ. കാരണം എന്താ, ഞാൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തിയായി. അപ്പോൾ സൂറത്തുൻ നസ്റിൻ്റെ അവതരണത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്, മരിക്കുകയാണ്, മരിക്കാൻ പോവുകയാണ് എന്ന അറിയിപ്പുകൾ സ്വഹാബികളായ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പല രീതിയിൽ പറഞ്ഞു, തൻ്റെ അവധി എത്തിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങാൻ സമയമായിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധകനായി, ദാഇയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കുന്ന സമയം മുആദ് റളിയല്ലാഹു അൻഹു നബിയുടെ, അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത്, വാഹനത്തിൻ്റെ പുറത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിൻ്റെ താഴെ മുആദിനെയും കൊണ്ടങ്ങനെ യമനിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ മുആദ്, അല്ലയോ മുആദേ, നീ വേദക്കാരായ ആളുകളുടെ ഇടയിലേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നബി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ ഫതമുറ ബിഖബരി. മുആദേ, ഒരുപക്ഷേ നീ യമനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല.
ഒരുപക്ഷെ നീ എൻ്റെ ഖബറിൻ്റെ സമീപത്തുകൂടെ നടന്നുപോയെന്ന് വരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോക്കൂ, നിങ്ങൾ നബി പറയാണ്, ഞാൻ മരിക്കാനായിട്ടുണ്ട്, മരണം എൻ്റെ സമീപത്തെത്തിയിട്ടുണ്ട് എന്ന് സ്വഹാബികൾ ഓർമ്മപ്പെടുത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടം എടുത്താൽ തുടരെ വഹീകൾ വന്നുകൊണ്ടേയിരുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടക്കണം. തുടരെ വഹീകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമുണ്ടായിരുന്ന വഹീനേക്കാൾ കൂടുതൽ വഹീകൾ പ്രവാചകൻ്റെ മരണത്തിന് മുമ്പായി കൊണ്ടാണ് ലഭിച്ചത് എന്നാണ് ഹദീസ് വായിക്കാൻ പറ്റുന്നത്. അപ്പം അതെന്താണ്? പ്രവാചക തിരുമേനി ഈ ലോകത്ത് നിന്ന് പോകുന്നതിൻ്റെ മുൻപ് പൂർത്തിയാക്കേണ്ടതെല്ലാം പൂർത്തിയാക്കണം. എല്ലാ നിയമങ്ങളും എല്ലാ സന്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചക തിരുമേനി മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ റമദാനിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമദാനിലും അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള റമദാനിൽ പ്രവാചക തിരുമേനി 20 ദിവസം ഇഅ്തികാഫിരുന്നു. പ്രവാചക തിരുമേനി 20 ദിവസം ഇഅ്തികാഫിരുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. എല്ലാ റമദാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ജിബ്രീൽ വരും. ജിബ്രീൽ വന്ന് ആദ്യം മുതൽ ഖുർആൻ അന്ന് എത്ര അവതീർണമായിട്ടുണ്ടോ അതുവരെ എന്ത് ചെയ്യും? നബിയിൽ നിന്ന് ഓതി കേൾക്കും. നബിയുടെ ഹിഫ്ള് പരിശോധിക്കും. ഒരു തവണ പൂർണ്ണമായി ആദ്യം മുതൽ ഖുർആൻ അവതരിച്ച അത്രയും ഭാഗം ഓതി കേൾപ്പിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള റമദാനിൽ ഇന്ന ജിബ്രീല കാന യുആരിദുനി അൽ ഖുർആന കുല്ല സനത്തിൻ മറ വ ഇന്നഹു ആറദനി അൽ ആമ മറതൈൻ. 2 തവണ നബിയിൽ നിന്ന് എന്ത് ചെയ്തു? ഓതി കേൾപ്പിച്ചു. നബിയോട് ഓതി കൊടുക്കാൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവസാനത്തെ റമദാനിൽ 20 ദിവസം ഇഅ്തികാഫിരിക്കുന്നു. അതേപോലെ തന്നെ 2 തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഖുർആൻ ഓതി കേൾക്കുന്നു. പതിവില്ലാത്ത കാര്യങ്ങളാണ്. ഹജ്ജത്തുൽ വദാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനി സാധാരണ ഇസ്ലാമിൽ ഒരു ഹജ്ജാണ് ചെയ്തത്. പ്രവാചക തിരുമേനിയുടെ കുട്ടിക്കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഹജ്ജ് ചെയ്യാറുണ്ട്. ആ ഹജ്ജിൽ നബിയും ഹജ്ജ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു വിഷയമാണ്. എന്തായാലും പ്രവാചക തിരുമേനി ഇസ്ലാമിൽ ചെയ്ത ഹജ്ജ്, ഹജ്ജത്തുൽ വദാഇന്റെ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞ വാചകം എന്താ? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നിങ്ങളോട് പ്രസംഗിക്കാൻ, ഇനി നിങ്ങളെ ഉത്ബോധിപ്പിക്കാൻ, നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അൽ യൗമ അക്മൽതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ദീന് പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി വന്ന ദൗത്യം പൂർത്തിയായി. ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുകയാണ്. ഈ ആയത്ത് കേട്ട മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ, ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. പൂർത്തിയായ ഒന്നിന് പിന്നെ വളർച്ചല്ല, അത് നശിക്കുക ചെയ്യാം. അല്ലേ, നമ്മളൊരു പേന കടയിൽ നിന്ന് വാങ്ങി, അത് പൂർണ്ണമായ രീതിയിലാണ് നമ്മൾ വാങ്ങുന്നത്. അതിൽ മഷിയുണ്ട്, അതിൽ റീഫില്ലറുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ പൂർണ്ണമാണ്. ആ പേന നമ്മൾ വാങ്ങിയ സമയം മുതൽ പിന്നെ എന്താ സംഭവിക്കുക? അതിങ്ങനെ നശിച്ചോണ്ട് കേടുവരെ ചെയ്യാം, അല്ലേ? അല്ലാതെ അത് നന്നാവുകയല്ല. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാ? ദീന് പൂർത്തീകരിക്കാൻ. അത് പൂർത്തിയായി. ഇനി നബിയുടെ ആവശ്യം ഇവിടെ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുകയാണ് എന്ന യാഥാർത്ഥ്യം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ സമയത്ത് സ്വഹാബികളോട് പറയുന്നുണ്ട്, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കൂ. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ ഉഹജ്ജു ബഅദ ആമി ഹാദാ. എനിക്കറിയില്ല, അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കൂ, പഠിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ തൻ്റെ അവസാനത്തെ ഹജ്ജിൽ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ ഒരു നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ഖുത്ബ പറയാണ്. ഖതബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ജനങ്ങളോട് ഖുത്ബ, ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. എന്താ നബി പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു അടിമക്ക് ഐഹിക ലോകവും
അതേപോലെ തന്നെ അവൻ്റെ അടുത്തുള്ളതും തിരഞ്ഞെടുക്കാൻ അവസരം നൽകി. നബി പറയാണ്, പടച്ചോനൊരു അടിമക്ക് എന്ത് ചെയ്തു? ദുനിയാവ് തിരഞ്ഞെടുക്കാനും അതേപോലെ തന്നെ പരലോകം തിരഞ്ഞെടുക്കാനും അവസരം നൽകി. അപ്പം എന്താ ചെയ്തത്? ആ അടിമ ദുനിയാവ് തിരഞ്ഞെടുക്കാതെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് പരലോകം തിരഞ്ഞെടുത്തു. അപ്പോൾ സ്വഹാബികളൊക്കെ അത് കേൾക്കുകയാണ്. നബി ഇങ്ങനെ ജനങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ പള്ളിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി ഇത് പറഞ്ഞ ഈ വാചകം കേട്ട് ഫബക അബൂബക്കർ കരയാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. ഫഅജിബ്ന ലിബുകാഇഹി, ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു, അവർ ആശ്ചര്യപ്പെട്ടു. എന്തിനാ അബൂബക്കർ കരയുന്നത്? നബി ഒരു സംഭവം പറയാണ്. നബി പറയുന്നത്, ഒരടിമ എന്ത് ചെയ്തു? അള്ളാഹു അയാൾക്ക് ഒരു അവകാശം കൊടുത്തു, ദുനിയാവ് തിരഞ്ഞെടുക്കണോ പരലോകം തിരഞ്ഞെടുക്കണോ? ആ അടിമ പരലോകം തിരഞ്ഞെടുത്തു. അതിനെന്തിനാണ് ഇയാൾ കരയുന്നത്? അതാണ് സ്വഹാബികളുടെ ചോദ്യം. എന്നാൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ആ തെരഞ്ഞെടുത്ത അടിമ ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം മനസ്സിലാക്കി, അന്ന യുഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖുയ്റ, ആ തെരഞ്ഞെടുക്കപ്പെട്ട അടിമ, പരലോകം തെരഞ്ഞെടുത്ത അടിമ ആരാണ്? അത് അബൂബക്കറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ പറയുന്നത്, അബൂബക്കർ മിണ്ടാതിരിക്ക്, കരയാതിരിക്കുക എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് സ്വഹാബികൾ പറയുന്നത്, വക്കാന അബൂബക്കർ അലമന, പിന്നീട് അവർക്ക് മനസ്സിലായി സ്വഹാബികൾക്ക്. അപ്പോൾ അവർ പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളാരാ? അബൂബക്കർ ആയിരുന്നു എന്ന് പിന്നീട് സ്വഹാബികൾ പറയുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഹദീത്തുകളും ചരിത്രങ്ങളും നോക്കൂ നിങ്ങൾ. നബിയുടെ അവസാന കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ നബി മരിക്കാൻ പോവുകയാണ്, മരണത്തിൻ്റെ സമീപത്തെത്തിയിരിക്കുന്നു എന്ന് നിരന്തരം സ്വഹാബികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ബുദ്ധിയുള്ള അതേപോലെ തന്നെ പ്രവാചകനെ അടുത്തറിഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്തു? ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിൽ, ആ സഫർ മാസത്തിൽ പ്രവാചക തിരുമേനി ഉഹുദിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഉഹുദ് മലയിലേക്ക് പ്രവാചക തിരുമേനി പുറപ്പെടുന്നുണ്ട്. അവിടെയുള്ള ശുഹദാക്കൾക്ക് വേണ്ടി, അവിടെ മറമാടപ്പെട്ട ശുഹദാക്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. ആ മരണപ്പെട്ട ഉഹുദിലെ ശുഹദാക്കൾക്ക് വേണ്ടി നബി ദുആ നടത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തിരിച്ചു പോരും അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നവനാണ്, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, അല്ലാഹുവാണ് സത്യം. ഞാനിപ്പോൾ എൻ്റെ ഹൗദിലേക്ക് നോക്കുകയാണ്. ഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദി അൽആൻ, ഞാൻ എൻ്റെ ഹൗദിലേക്ക് നോക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളവനാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അന്നത്തെ ദിവസം അർദ്ധരാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിലേക്ക് പോയ ആ ദിവസത്തിൻ്റെ അർദ്ധരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീയിലേക്ക് പോയി. ബഖീഉൽ ഗർഖദ്, അവിടെ പോയി പ്രവാചകൻ, സത്യവിശ്വാസികളെ മറമാടുന്ന മദീനയിലെ ഖബർസ്ഥാൻ. എന്നിട്ട് ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, വ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ, ഞാൻ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളവനാണ്. നബി മരണത്തിൻ്റെ മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറാകുന്ന, മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന കാഴ്ചകളാണ് ഹദീത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഫർ മാസം അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയെ അനുഗമിക്കുന്ന സന്ദർഭം, ആ ജനാസയെ അനുഗമിച്ച് മടങ്ങി വരുമ്പോൾ പ്രവാചക തിരുമേനിക്ക് രോഗം ബാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ദിവസക്കാലം രോഗിയായി ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചു. 11 ദിവസം ഇമാമായി നമസ്കരിച്ചു. 13 ദിവസം പ്രവാചക തിരുമേനി രോഗിയായിരുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്. പ്രവാചക തിരുമേനി രോഗിയായ സമയത്ത് പോലും നീതി കാണിച്ചയാളാണ്. പ്രവാചകന് 1-ലധികം ഭാര്യമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമായിരുന്നു, ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്, നാളെ ഞാൻ ആരുടെ വീട്ടിലാണ്? നബി ഭാര്യമാർക്കിടയിൽ ദിവസങ്ങളെ വീതിച്ചിട്ടുണ്ട്. അപ്പം നബിക്കറിയില്ല നാളെ എവിടെയാണ്. അപ്പം നബി ചോദിക്കും, നാളെ ഞാൻ എവിടെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമായിരുന്നു. തൻ്റെ ഭാര്യമാർക്ക്, നബിയുടെ ഭാര്യമാർക്ക് കാര്യം മനസ്സിലായി. നബിക്കൊരാഗ്രഹമുണ്ട്, നബിക്കൊരു ചിന്തയുണ്ട്. ഈ സമയത്ത്, അസുഖമുള്ള സമയത്ത് ആയിഷയുടെ കൂടെ കഴിയാൻ നബി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ഭാര്യമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ഉടനെ അദ്ദേഹം കുളിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം കുളിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ വേദനയുള്ള സമയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുളിക്കാൻ വേണ്ടി കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരികയും 7 തവണ 7 പ്രാവശ്യം പ്രവാചകന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തു. അതിലൂടെ പ്രവാചകന് ആശ്വാസമുണ്ടായതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വന്നത്? പ്രവാചക തിരുമേനി ആ രോഗത്തെക്കുറിച്ച് പറഞ്ഞത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ ഒരു ചതിയുടെ കഥയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജൂതപ്പെണ്ണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ആ ജൂതപ്പെണ്ണ് ഭക്ഷണത്തിൽ വിഷം പുരട്ടി പ്രവാചകന് നൽകി. റസൂലുള്ളാഹി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന ബിഷർ എന്ന് പറയുന്ന സ്വഹാബി ആ മാംസം കഴിച്ച് മരണപ്പെട്ടു. അവിടെ വെച്ചുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു. എന്നാൽ പ്രവാചകനെ അല്ലാഹു സംരക്ഷിച്ചു. നബി മരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അന്ന് കഴിച്ച മാംസം, അന്ന് കഴിച്ച വിഷം ഇതാ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നബിയുടെ മരണത്തിൻ്റെ കാരണം എന്താണ്? ജൂതയായ ഒരു പെണ്ണ് നൽകിയ മാംസത്തിൽ വിഷം കലർത്തിയ ആ പെണ്ണിൻ്റെ ദുഷ്പ്രവൃത്തിയുടെ ഫലമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ചത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജൂതന്മാരങ്ങനെയാണ്. എല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കളാണവർ. ഇസ്ലാമിനെ തകർക്കാൻ എല്ലാ കാലഘട്ടത്തിലും ശ്രമിക്കുന്ന ആളുകളായിരുന്നു എന്ന് അവരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയാണ്, പ്രവാചകൻ പ്രയാസത്തിലാണ്. അപ്പോഴാണ് മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയമായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തലയിൽ തുണി കെട്ടിക്കൊണ്ടാണ് ജനങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുന്നത്, വേദന കൊണ്ട്, പ്രയാസം കൊണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കാരം നിർവഹിച്ചു. ആ മഗ്രിബ് നമസ്കാരത്തിൽ രോഗിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തുൽ മുർസലാത്ത പാരായണം ചെയ്തത്. ഏകദേശം 1.5 പേജുണ്ട് സൂറത്ത് മുർസലാത്ത്. ഇന്നത്തെ മഗ്രിബ് നമസ്കാരത്തിന് 1.5 പേജുള്ള ഒരു സൂറത്ത് ഈ പള്ളിയിലെ ഇമാം ഓതിയാൽ എന്തായിരിക്കൊരവസ്ഥ? നമ്മൾ പോകുന്ന പള്ളിയിലെ ഇമാം മഗ്രിബിന് 1.5 സൂറത്തുള്ളൊരു ഖുർആൻ ഓതിയാൽ എന്തായിരിക്കും നമ്മളൊക്കെ അവസ്ഥ? എത്രമാത്രം ദേഷ്യം വരും നമുക്ക്. പ്രവാചകൻ രോഗിയായിരിക്കുക, മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഒരു മഗ്രിബ് നമസ്കാരത്തിന് സൂറത്ത് മുർസലാത്താണ് ഒരു റക്അത്തിൽ ഓതിയത് എന്ന് പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ ഇശാ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചപ്പോൾ നബി പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ, വുദു എടുക്കാൻ. വെള്ളം കൊണ്ടുവന്നു. വുദു എടുക്കാൻ തുടങ്ങിയപ്പോൾ നബി ബോധം കെട്ട് താഴെ വീണു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ നബിയുടെ ചോദ്യം, അസല്ലന്നാസ് അൽ ഇശാ, ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? അവർ പറഞ്ഞു, ഇല്ല നബിയെ, ലാ യൻതളിറൂനക്, നബി അവർ നിസ്കരിച്ചില്ല, നിങ്ങളെ കാത്തിരിക്കുകയാണ്. നബി വീണ്ടും വുദു ചെയ്യാൻ ശ്രമിച്ചു, ബോധം കെട്ടുപോയി. ബോധം കിട്ടിയപ്പോൾ അതേ ചോദ്യം, അസല്ലന്നാസ് അൽ ഇശാ, ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? ആയിഷമ്മ പറഞ്ഞു, ലാ യൻതളിറൂനക്, നിങ്ങളെ കാത്തിരിക്കണം, നിസ്കരിച്ചിട്ടില്ല. വീണ്ടും ബോധം കിട്ടു. അപ്പം നബിക്ക് മനസ്സിലായി എനിക്ക് പോയി നിസ്കരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയോട് പറയുന്നത്, ആയിഷ മുറു അബൂബക്കർ, അബൂബക്കറിനോട് പറയൂ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ. ആയിഷമ്മ അവിടെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഉമറിനോട് പറയണം, എൻ്റെ വാപ്പ ലോല ഹൃദയനാണ്. അപ്പം നബി ദേഷ്യപ്പെട്ടു, പണ്ട് യൂസുഫിനെ പിഴപ്പിച്ച സ്ത്രീകളാണ് നിങ്ങൾ, അതുകൊണ്ട് പോയി കൽപ്പിക്കൂ അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ. അങ്ങനെയാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ ശേഷം 1ാമത്തെ ഖലീഫയായി വരുന്നത്. നബി ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇമാമ നിൽക്കാൻ, നേതൃത്വം കൊടുക്കാൻ കൽപ്പിച്ചത് ആരെയാണ്? അബൂബക്കർ തന്നെയാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞ് അദ്ദേഹത്തെ ഖലീഫയാക്കിയത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രവാചകന് ബോധം നഷ്ടപ്പെട്ട് തിരിച്ചു ലഭിച്ചപ്പോൾ പോലും ചോദ്യം എന്താ? ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ എത്രയാണ്! നബിയുടെ അവസാന നാളുകളിൽ പ്രവാചകൻ സ്വഹാബികളുടെ തോളിൽ തൂങ്ങിയാണ് പള്ളിയിലേക്ക് പോയതെന്നാണ് നിസ്കരിക്കാൻ വേണ്ടി. തോളിൽ തൂങ്ങി, 2 ആളുകളുടെ തോളിൽ പ്രവാചകൻ തൂങ്ങിക്കിടന്ന് പ്രവാചകന്റെ കാലുകൾ നിലത്തുറക്കാത്തത് കൊണ്ട് മണലിലൂടെ ആ കാലുകൾ വലിച്ചുപോയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എവിടെയാണ്? നമസ്കാരത്തെ എത്രമാത്രം ഗൗരവത്തിലാണ് നമ്മൾ കാണാറുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന ഒരു തിങ്കളാഴ്ചയാണ്, പ്രവാചകന്റെ ജീവിതത്തിൽ അവസാനത്തെ തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ തിങ്കളാഴ്ച തൊട്ട് മുമ്പുള്ള ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങളുണ്ട്. ഭാര്യമാർക്ക്, ഫാത്തിമക്ക്, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി പറഞ്ഞ വാചകങ്ങളിൽ ഒരു വാചകം എന്താണ്? അസ്സലാ അസ്സലാ അസ്സലാ, നമസ്കാരം നമസ്കാരം നമസ്കാരം. വമാ മലക്കത ഐമാനുക്കും, അന്ത്യപ്രവാചകന്റെ അന്ത്യവസിയത്തുകളിൽപ്പെട്ട കാര്യമാണ് നിസ്കാരം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. പക്ഷേ ആ വസിയത്തിനെ പോലും പലപ്പോഴും നമുക്ക് നീതിപൂർവ്വം എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ഫാത്തിമയെ വിളിച്ചു, ഫാത്തിമയുടെ കാതിൽ സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യം ചിരിച്ചു, ആദ്യം കരഞ്ഞു. വീണ്ടും നബി ചേർത്ത് പിടിച്ചൊരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചു. നബിയുടെ മരണശേഷം ആയിഷ ഉമ്മ ചോദിച്ചു, മോളെ ഫാത്തിമ, നിന്റെ ബാപ്പ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് നിന്നോട് എന്തോ പറഞ്ഞപ്പോൾ നീ ആദ്യം കരഞ്ഞു, പിന്നെ എന്തോ പറഞ്ഞപ്പോൾ നീ ചിരിച്ചു. എന്താ നിന്റെ ഉപ്പ പറഞ്ഞത്? എന്താ നബി പറഞ്ഞത്?
മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ വാപ്പനോട് പറഞ്ഞ് ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ മരണം സമീപത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സങ്കടമായി. എൻ്റെ വാപ്പയുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എന്തിനാ മോളെ നീ ചിരിച്ചത്? എൻ്റെ വാപ്പ പറഞ്ഞു, ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം എൻ്റെ അടുക്കലേക്ക് എത്തുക നീയാണ് മോളെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. അള്ളാൻ്റെ റസൂല് മരിച്ച് 6 മാസം കഴിയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്നുണ്ട്. അവരാണ് ആ കുടുംബത്തിൽ നിന്ന് പിന്നെ ആദ്യം മരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെ അവസാനിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ 3 വസിയത്തുകൾ നൽകി മരിക്കുന്നതിന് മുമ്പ്. ഒന്ന്, ജസീറത്തുൽ അറബിൽ നിന്ന് മുശ്രിക്കുകളായ ആളുകളെ, ബഹുദൈവ വിശ്വാസികളായ ആളുകളെ പുറത്താക്കണം. അവിടെ വിഗ്രഹാരാധന ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം ഹറമുകൾ, ആ ഹറമിൽ ഇന്നും അവിശ്വാസികളായ ആളുകൾക്ക് പ്രവേശനമില്ല, മുശ്രിക്കുകളായ ആളുകൾക്ക് പ്രവേശനമല്ല. അതേപോലെ തന്നെ ദൗത്യ സംഘങ്ങൾ വരാൻ പ്രവാചക തിരുമേനി അനുവാദം കൊടുത്തു. അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമായി സ്വഹാബികൾ ഓർമ്മപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിൻ്റെ ഏറ്റവും അവസാന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെയും എൻ്റെ നബിയുടെയും ഉമിനീരുകൾ പരസ്പരം ഒത്തുചേർന്നൊരു സമയമുണ്ട്. ഭാര്യയും ഭർത്താവുമാണ് അവർ. നബിയുടെ വീട്ടിലേക്ക് ആയിഷ ഉമ്മയുടെ സഹോദരൻ വരുന്നുണ്ട്. അപ്പോൾ സഹോദരൻ്റെ കയ്യിലൊരു അറാക്കിൻ്റെ കൊള്ളിയുണ്ട്. അപ്പം നബി ആ അറാക്കിലേക്ക് നോക്കിയെന്നാണ്. അപ്പോൾ ആയിഷ ഉമ്മ ചോദിച്ചു, പല്ല് തേക്കണോ? അപ്പം നബി ആംഗ്യം കാണിച്ചു. ആ അറാക്കിൻ്റെ കൊള്ളി തൻ്റെ വായിലിട്ട് അവരെന്ത് മിനുസപ്പെടുത്തി നബിയുടെ പല്ല് തേച്ച് കൊടുത്തു. അതിനെക്കുറിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എൻ്റെയും ഉമിനീരുകൾ ഒരുമിച്ച് വന്ന സമയമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണമാസന്നമായപ്പോൾ അവിടുന്ന് ഒരു വസ്ത്രമെടുത്ത് തൻ്റെ മുഖത്തിട്ടുകൊണ്ടിരുന്നു. ബോധം പോയാൽ അവിടുന്ന് അത് അവിടുത്തെ മുഖത്ത് നിന്ന് എടുക്കും അവർ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാർക്കെതിരെ, അതേപോലെ തന്നെ നസാറാക്കൾക്കെതിരെയൊക്കെ ശാപത്തിൻ്റെ വരികൾ പറഞ്ഞു, പ്രാർത്ഥനകൾ പറഞ്ഞു. അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധന കേന്ദ്രമാക്കിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധന കേന്ദ്രമാക്കരുത് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു. ആയിഷ അങ്ങനെ പ്രവാചകൻ എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ട് പ്രവാചകൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ കാതുകൾ ചേർത്ത് വെച്ചു. അപ്പോൾ അവർ കേട്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഅൽഹികനി ബിർറഫീഖിൽ അഅല. നബി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നബിയുടെ കൈകൾ ഉയർത്തിയിട്ടുണ്ട്, വിരലുകൾ ആകാശലോകത്തേക്ക് ഉയർത്തി. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ നീ എന്നോട് കരുണ കാണിക്കണേ, നിന്റെ ഉന്നതരായ കൂട്ടുകാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കലിമ ചൊല്ലി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഈ ലോകത്തിന് വെളിച്ചമായ, നമുക്ക് വഴി കാണിച്ചു തന്ന, നമുക്ക് സത്യത്തിൻ്റെ പദം പറഞ്ഞു തന്ന അന്ത്യപ്രവാചകൻ്റെ മരണനിമിഷമായിരുന്നു അത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയെ പിൻപറ്റുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സുവരെ പരിശുദ്ധ ദീനിനെ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് ഒരു റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12-ന് വിട പറയുകയുണ്ടായി. പ്രവാചകൻ ബാക്കിയാക്കിയത് നബിയുടെ ജീവിതമാണ്. ആ ജീവിതം ഇന്നും നമ്മുടെ മുൻപിലുണ്ട്. പ്രവാചകൻ്റെ മരണം, ആ വാർത്ത കേട്ട സ്വഹാബികൾക്കത് അംഗീകരിക്കാൻ പോലും പറ്റിയില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, മദീന ഇരുട്ടിലായ ദിവസം, മദീന തേങ്ങിക്കരഞ്ഞ ദിവസം, നബിയെ കാണാൻ വേണ്ടി കടന്നു വരുന്ന മനുഷ്യന്മാരുണ്ട്. അന്നുവരെ നബിയെ കണ്ടിട്ടില്ലാത്ത ആളുകൾ, അവർക്ക് നബിയുടെ മരണവിവരോ രോഗവിവരോ ഒന്നും അറിയില്ല. അവർ നബിയെ കാണാൻ വേണ്ടി വരികയാണ്. അവർ വന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ട മദീനയെ അവർ വിവരിക്കുകയാണ്. മദീന ഇരുട്ടിലായിരിക്കണം, സ്വഹാബികൾക്കൊന്നും പറയാൻ പറ്റാത്ത, എല്ലാവരും തേങ്ങിക്കരയുന്ന, എല്ലാവരും സങ്കടത്തിലായ ദിവസം. കാരണം അവരുടെ ജീവനേക്കാൾ അവർ സ്നേഹിച്ച അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഉമർലാൻ പറഞ്ഞത്, ആരെങ്കിലും മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ കൊല്ലുന്നതാണ്. അത്രമാത്രം വൈകാരികമായിട്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അടുപ്പം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിലൂടെ നബിയുടെ ജനനം മുതൽ നമ്മൾ മരണം വരെ നമ്മൾ പറഞ്ഞു.
പ്രവാചക തിരുമേനി ദീനിലെ എല്ലാം പൂർത്തിയാക്കി എല്ലാം പഠിപ്പിച്ചാണ് ഈ ലോകത്ത് വിട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ നബി പറഞ്ഞതാണോ പഠിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കാനും അതുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഉള്ളതാണെങ്കിൽ മാത്രം പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാവുക. കാരണം പ്രവാചകൻ ഈ ലോകത്ത് വിട പറഞ്ഞതുപോലെ നമ്മളും ഈ ലോകത്ത് വിട പറയും. നമുക്കും ഒരു മരണമുണ്ട്. ആ മരണത്തിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ നടത്തും. ആ വിചാരണയിൽ രക്ഷപ്പെടണമെങ്കിൽ നന്മകൾ ഉണ്ടാകണം, സുഹൃത്തങ്ങൾ ഉണ്ടാകണം. ആ നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് ഈ ദുനിയാവിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നന്മയുടെ അവസരങ്ങൾ പല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരും. എൻ്റെ ഖുത്ബ കേൾക്കുന്നതിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു നന്മയുടെ ഏറ്റവും വലിയ ഒരവസരം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മഹാസമ്മേളനം കഴിഞ്ഞ 27 വർഷങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന 3 ദിവസങ്ങളിലായി നടക്കുന്ന ഒരു മഹാസമ്മേളനം നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. സാധ്യമാകുന്ന കുട്ടികൾ അതിൽ പങ്കെടുക്കണം. കുറച്ച് യാത്ര ചെയ്യാനുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ സമ്മേളന നഗരിയിൽ നിങ്ങൾ ചെന്നാൽ തിരിച്ചു പോരുന്നത് സന്തോഷത്തോടു കൂടിയായിരിക്കും. അവിടെ നിങ്ങളുടെ കാതുകളെ അലോസരപ്പെടുത്തുന്ന വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മ്യൂസിക്കൊന്നും ഉണ്ടാകില്ല, പാട്ടൊന്നും ഉണ്ടാകില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തേങ്ങിക്കരയും. നിങ്ങൾ റബ്ബിനെ മനസ്സിലാക്കും. ഉമ്മാനോടും ബാപ്പാനോടുള്ള കടമ നിങ്ങൾ തിരിച്ചറിയും. അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം ഏതുവരെയാകാം, ഏതൊക്കെ പാടില്ല എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ സംശയങ്ങളെല്ലാം ചോദിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും പറ്റുന്ന അവസരങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പള്ളിയുടെ ഭാരവാഹികളുമായൊക്കെ ബന്ധപ്പെട്ടാൽ ആ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാം. അതേപോലെ തന്നെ അതിൽ പങ്കെടുക്കാനുള്ള വഴി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അന്വേഷിച്ച് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ജുമാക്ക് വന്നിരുന്നൊരു സഹോദരൻ അപകടത്തിൽ മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ട്. നസീർ സാഹിബ്, അബ്ദുൽ നസീർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ, അദ്ദേഹം ഒരു അപകടത്തിലാണ് മരിച്ചത്. ഈ പള്ളിയിൽ ജുമാക്ക് വന്നിരുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സഹോദരൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ സഹോദരൻ്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തെയും നമ്മളെയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين.